മാത്സ് എന്ന് കേൾക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് നമ്മളുടെ നെഞ്ചിരിപ്പ് കുറച്ച് കൂടുന്നത്? ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ലാംഗ്വേജസോ ഒക്കെ പഠിക്കുമ്പോൾ ഇല്ലാത്തൊരു പ്രത്യേകതരം ടെൻഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഒക്കെ നമുക്ക് മാത്സ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാത്സിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാത്സ് എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാത്സ് പഠിക്കാനുള്ളൊരു തലച്ചോറൊന്നും എനിക്കില്ല, ബ്രെയിൻ എനിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ സത്യം അതല്ല. മാത്സ് പഠിക്കാനുള്ളൊരു തലച്ചോറ് നിങ്ങൾക്ക് ഇല്ലാത്തതിൻ്റെ കുഴപ്പമല്ല. മാത്സ് എന്നൊരു സബ്ജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയും നിങ്ങൾ അതിനെ പഠിക്കാൻ ശ്രമിക്കുന്ന രീതിയും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിന് കാരണം. സോ എന്തുകൊണ്ടാണ് മാത്സ് പലർക്കും ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്, എങ്ങനെ ഈ ഒരു ടഫ്നെസ്സിനെ നമുക്ക് മറികടക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, മാത്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റെയർ കേസ് ആണ്. മാത്സ് ഒരു ലൈബ്രറി ഒന്നുമല്ല. മറ്റ് പല സബ്ജക്റ്റുകളും ഒരു ലൈബ്രറി പോലെയൊക്കെയാണ് അല്ലേ? ഇപ്പോൾ സോഷ്യൽ സയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ലൈബ്രറിയിൽ ചെന്ന് സോഷ്യൽ സയൻസിൻ്റെ ഒരു ചാപ്റ്റർ, അതായത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊരു ബുക്ക് അവിടെയുണ്ട്. അതേപോലെ തന്നെ വേൾഡ് വാർ 1 എന്ന് പറഞ്ഞ ഒരു ബുക്ക് അവിടെയുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കാതെ തന്നെ നേരെ പോയിട്ട് വേൾഡ് വാർ 1 പഠിക്കാം, അത് മനസ്സിലാക്കിയെടുക്കാം. എന്നാൽ മാത്സ് അങ്ങനെയല്ല. മാത്സ് നമ്മൾ പണിതുയർത്തിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് പോലെയാണ്, കോണിപ്പടികൾ പോലെയാണ്. നമ്മൾ അതിൽ ഓരോ സ്റ്റെപ്പ് കയറി വേണം പോകാൻ അല്ലേ? ബേസിക് ആയിട്ട് നമ്മൾ 7th-ലും 8th-ലൊക്കെ പഠിക്കുന്ന ബേസിക് ഫ്രാക്ഷൻസും അല്ലെങ്കിൽ അൾജിബ്രയൊക്കെ അറിയാതെ നമ്മൾ 10th-ൽ പോയി മാത്സ് പഠിക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും? നമ്മളവിടെ കുടുങ്ങിപ്പോകും. അതായത് നമുക്കവിടെ കാൽ വെക്കാൻ ഒരു പടി ഇല്ലാതെ വരും അല്ലേ? അങ്ങനത്തെ കേസിൽ നിങ്ങൾ താഴെയുള്ള പടികൾ നമുക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. താഴെയുള്ള പടികൾ ഇല്ലാതെ നമ്മൾ മുകളിലേക്ക് നേരെ കയറാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ കുഴഞ്ഞു പോകും അല്ലേ? സോ അതേ സിറ്റുവേഷനാണ് മാത്സിൻ്റെ കേസിൽ വരുന്നത്. മാത്സ് ഒരു സ്റ്റെയർ കേസ് ആണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി പോകേണ്ട ഒരു സ്റ്റെയർ കേസ് ആണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് വേണം. നമ്മളുടെ അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ബേസിക്സ്, ഫൗണ്ടേഷൻസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ നമുക്കത് കയറി പോകാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ദി ഇല്യൂഷൻ ഓഫ് റൂൾസ്. മാത്സിൽ നമുക്ക് ഒരുപാട് റൂൾസ് അല്ലെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്കത് കാണാതെ പഠിക്കാനുള്ള ഒരു പ്രവണത അവിടെ കൂടുന്നുണ്ട്. a+b² എന്നുപോലെയുള്ള ഇക്വേഷൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ നമ്മൾ ഒരു തത്തമ്മയെ പോലെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനൊരു പരിധിയുണ്ട്, കാണാപ്പാഠം പഠിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം ഹാളുകളിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ നമ്മൾ പഠിച്ച പോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് വളച്ചൊടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റാതെ, നമ്മൾ പഠിച്ച സ്റ്റെപ്പ് വെച്ചിട്ട് അതിനുള്ള ആൻസർ കണ്ടെത്താൻ പറ്റാതെ നമ്മൾ കുഴങ്ങുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ ഒരു റൂൾ ബുക്ക് അല്ല എന്ന് മനസ്സിലാക്കുക, അതൊരു ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കുക. റൈറ്റ്? അതൊരു ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, അതൊരു റൂൾ ബുക്ക് അല്ല. കോൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ സ്റ്റെപ്പുകൾ കാണാപ്പാഠം പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാത്സിലെ ഓരോ സിമ്പിൾസിനും ഓരോ നമ്പേഴ്സിനും പിന്നിലുള്ള ലോജിക്ക് കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനും നിങ്ങളെ കുഴപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമതൊരു റീസൺ എന്ന് പറയുന്നത് ദി ബൈനറി ട്രാപ്പാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ള അവസ്ഥ. മറ്റു പല സബ്ജക്റ്റുകളും, എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ സയൻസിൽ എസ്സേ എഴുതാണെന്ന് വിചാരിക്കാം. എസ്സേ എഴുതുമ്പോൾ നമ്മളൊരു കീ പോയിന്റ്സ് ഒക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും അല്ലേ? പക്ഷെ മാത്സിൻ്റെ കേസിൽ പലപ്പോഴും നമ്മളുടെ ആൻസർ ഒന്നെങ്കിൽ 100% റൈറ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 100% റോങ് ആയിരിക്കും. ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അതൊരു ഭയമായിട്ട് മാറുന്നുണ്ട് അല്ലേ? ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാൻ പോലും പേടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ ആക്ച്വലി ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസും തെറ്റിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ആൻസർ തെറ്റിപ്പോകുമോ എന്ന് ഭയന്ന് ചോദ്യം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതിന് പകരം നിങ്ങളുടെ പേപ്പറിൽ കുറിച്ചുകൊണ്ട് തന്നെ തെറ്റുകൾ വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സ് പഠിക്കാൻ ശ്രമിക്കുക. ആ തെറ്റുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്സിൽ അടിപൊളിയായിട്ട് മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഉത്തരം തെറ്റിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ടുള്ള ആ ഒരു ഭയമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ അതിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകൾ നിങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കൂൾ എക്സാംസിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനും ഒക്കെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ X&Y ലേണിംഗിലെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ മാത്സിൽ ബേസിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ബേസിക്സ് ഒക്കെ നിങ്ങൾ വീക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീ ആയിട്ടുള്ള ബേസിക് മാത്സ് പ്രോഗ്രാം കിട്ടും. അപ്പോൾ നിങ്ങൾ 6th-ലോ 7th-ലോ ഒക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള, നിങ്ങൾ പഠിക്കാതെ വന്നിട്ടുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബേസിക് മാത്ത് കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് പുറമെ തന്നെ നമ്മൾ
റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണോ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള നിങ്ങളുടെ സ്കൂൾ എക്സാമിന് പുറമെ നിങ്ങൾക്ക് നല്ല ഡീപ്പായിട്ട് എൻട്രൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവുക IIT-കളിലും NIT-കളിലും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജസിലൊക്കെ പഠിച്ച നല്ല അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവുക. നിങ്ങൾക്ക് 24/7 ഡൗട്ട് ക്ലിയറൻസും ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് NMS USS പോലെയുള്ള മത്സര പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷനും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ അടിപൊളിയായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങളെ എല്ലാ കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാനും നമുക്ക് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മെൻറ്റേഴ്സും എല്ലാവരും ഉണ്ട്. റൈറ്റ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫൗണ്ടേഷന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 30 ആണ്. സോ മിസ് ചെയ്യാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ചു നോക്കുക. നിങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ നല്ല സ്ട്രോങ് ആവട്ടെ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആരോ നിങ്ങളുടെ തലയിൽ ഫിറ്റ് ചെയ്ത് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ഒന്നും അല്ല. അത് നമ്മൾ പഠിച്ചുണ്ടാക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കാറുണ്ട്. അതേപോലെയുള്ള ഒരു മസിലാണ് മാത്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലംസ് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ബ്രെയിനിലുള്ള മാത്സിൻ്റെ മസിൽ നമ്മൾ സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത്. സോ മാത്സ് എന്ന് പറഞ്ഞാൽ ഒരു വില്ലനായിട്ട് നിങ്ങൾ കണക്കാക്കാതെ ഒരു പസിലായിട്ട് നിങ്ങൾ കാണുക. സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ അത് ഈസി ആക്കാനുള്ള ട്രിക്സുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.